നമസ്കാരം. ഈ വീഡിയോ ആരെയും വേദനിപ്പിക്കാനല്ല, ആരുടെയും സന്തോഷത്തെ കെടുത്താനല്ല, ആരുടെയും അഭിപ്രായത്തെ മാനിക്കാതിരിക്കാനുമല്ല. എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സ്വകാര്യമാക്കി വെക്കണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവളുടെ മാസമുറ ഉണ്ടാകുക, അല്ലെങ്കിൽ ഗർഭമുണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് നമ്മൾ കുറച്ച് രഹസ്യമാക്കി വെച്ചിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ഇന്ന് വലിയ ആഘോഷങ്ങളാകുന്നുണ്ട്. ഇതൊന്നും രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് എന്ന പക്ഷക്കാരിയല്ല ഞാൻ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, പബ്ലിക്കാക്കേണ്ട കാര്യങ്ങളാണ്. അത് പോട്ടെ. പക്ഷേ ഈ പ്രഹസനങ്ങളെ പറ്റി സംസാരിച്ച് വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തീരെ പറ്റാത്ത ഒരാളാണ് ഞാൻ. നമ്മൾ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ആ സമയത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറേ ചിത്രങ്ങൾ എടുക്കുക, അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക, പിന്നീടുള്ള കാലത്ത് അതിരുന്ന് കാണുക എന്നൊക്കെ പറയുന്നത് അതൊരു കൗതുകമുള്ള കാര്യമാണ്, അതൊരു നന്മയുള്ള ഭംഗിയുള്ള ഒരു കാര്യമാണ്, ഒരു ഏർപ്പാടാണ്. അതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ പ്രഹസനം, എന്തിനാണ് പ്രഹസനം? ആ വയറത്രയും ഒരു തുണി പോലും ഇട്ട് മറയ്ക്കാതെ അത് കാണിച്ചുകൊണ്ട് അതിൽ ഉമ്മ വയ്ക്കുന്നത്, അതിൽ പിടിക്കുന്നത്, അതിൽ പടം വരയ്ക്കുന്നത്, അതിലെന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കുന്നത്, അതിങ്ങനെ നാട്ടുകാരെ പ്രദർശിപ്പിക്കുന്നത്, അതും വെച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്നത്, ആ നിറവയറായിട്ട് നിൽക്കുന്ന പെണ്ണിൻ്റെ കൂടെ ഒരു നമുക്ക് കണ്ടാൽ അറപ്പുണ്ടാകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ എന്ന് വിചാരിക്കുന്ന വിധത്തിൽ ഭർത്താവുമായിട്ട് ഇഴുകിച്ചേർന്നുള്ള ഫോട്ടോഷൂട്ടുകൾ, ഇതൊക്കെ എന്തിനാണ് എന്നുള്ളതാണ്. നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് മറുപടി എങ്കിൽ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് സന്തോഷം. അപ്പോൾ അത് നിങ്ങൾ മുറി അടച്ചിട്ടിരുന്ന് ചെയ്താൽ പോരെ? നാട്ടുകാരെ കാണിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതെന്താണ്? അതിനെ എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകത്തില്ല. ഇതൊക്കെ എടുത്ത് നാട്ടുകാരെ കാണിക്കുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത്? നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി നിങ്ങൾ ഗർഭിണിയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടേതായിട്ടുള്ള രസങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സന്തോഷങ്ങളിൽ ഏർപ്പെടുക, അതൊക്കെ നിങ്ങളുടെ കാര്യം, അതൊക്കെ നിങ്ങളുടെ സന്തോഷം, അതൊക്കെ നിങ്ങളുടെ സ്വകാര്യത കൂടിയായിരിക്കണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? മനുഷ്യർക്ക് സ്വകാര്യത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് വേണം, അത്യാവശ്യം അത് വേണം. എങ്കിൽ മാത്രമേ ജീവിതമാകുകയുള്ളൂ. കണ്ണിൽ കണ്ടതെല്ലാം, ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം, നമുക്കിനി നടക്കാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം, നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം, ജീവിതത്തിലെ സകലമായ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് എല്ലാവരും തുറന്ന പുസ്തകങ്ങളായി, ആർക്കും ഇപ്പോൾ രഹസ്യങ്ങളും സ്വകാര്യതകളും ഇല്ലാതായി, എല്ലാവരും മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനും തുടങ്ങി. മറ്റൊരാളുടെ ജീവിതത്തിൽ എല്ലാവരും കയറി അഭിപ്രായം പറയാൻ തുടങ്ങി. അതുകൊണ്ടുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ കൂടി, അതുമൂലമുണ്ടാകുന്ന ജീവൻ ഒടുക്കലുകൾ കൂടി. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? കൊലപാതകങ്ങൾ കൂടുന്നില്ലേ സോഷ്യൽ മീഡിയയുടെ അമിതമായ കടന്നുകയറ്റം കാരണം? തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഉടനെ ക്യാമറ ഓൺ ചെയ്ത് അതിലാണ് പറയുന്നത്. ആദ്യം വീട്ടുകാരോടൊക്കെയാണ് സാധാരണ ഗർഭിണിയായി എന്ന് നമ്മൾ അറിയിച്ചു കൊണ്ടിരുന്നത്. അത് അറിയിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാതെ നമ്മൾ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമുണ്ട്. എങ്ങനെ പറയും? സ്വന്തം വീട്ടുകാരോടൊക്കെ ഞാൻ ഗർഭിണിയായി എന്ന് എങ്ങനെ പറയുമെന്നറിയാതെ കുഴങ്ങിയിരുന്ന ഒരു തലമുറ കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, അത്രയത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം. എന്നാൽ ഇന്നിപ്പോൾ ആദ്യം അറിയുന്നത് പൊതുജനമാണ്. അവർക്കിതറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ഗർഭിണിയാണ് എന്നറിയുന്നതിൽ സന്തോഷിക്കുന്ന ആളുകൾ അതിൽ എത്ര പേര് കാണും? നിങ്ങളെ അറിയാവുന്ന ആളുകൾ എത്ര പേര് കാണും? നിങ്ങൾ ഗർഭിണിയാണ് എന്ന് ഏറ്റവും അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളോട് വേണം ആദ്യം പറയാൻ. അല്ലാതെ നിങ്ങൾ ആദ്യം ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ക്യാമറയ്ക്ക് മുന്നിലല്ല കാണിക്കേണ്ടത്. അതൊക്കെ സൂക്ഷിച്ച് വെക്കണം, ചിത്രങ്ങളൊക്കെ എടുക്കണം. അതൊക്കെ നിങ്ങളുടെ സ്വകാര്യതയാണ്, സ്വകാര്യ സന്തോഷങ്ങളാണ്. അതൊക്കെ സ്വകാര്യമായിട്ട് ആസ്വദിക്കേണ്ട കാര്യങ്ങളാണ്. എൻ്റെ പക്ഷം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ അവരുടെ പൈസ, ഇപ്പോൾ കല്യാണം കഴിച്ചവർ വീണ്ടും കെട്ടുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. ഒരുപാട് പണം അതിനൊക്കെ വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടും, മേക്കപ്പിന് വേണ്ടിയിട്ടും, ആർഭാടത്തിന് വേണ്ടിയിട്ടും, പാർട്ടിക്ക് വേണ്ടിയിട്ടും ഒക്കെ അനാവശ്യമായിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കാനുള്ള തുകയാണ് വീണ്ടും ഇവരിങ്ങനെ ചിലവഴിക്കുന്നത്. അവരുടെ പണം അവർ ചെയ്യട്ടെ, അവർക്ക് ചിലപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹം കാണും എന്നൊക്കെ നമുക്ക് ന്യായീകരിക്കാമെങ്കിലും ഇതൊക്കെ കണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുമുണ്ട്. ഒന്നിനും കഴിവില്ലാത്ത ആളുകളുണ്ട്. അവരെ കൂടി പരിഗണിക്കേണ്ട ഒരു ബാധ്യത മനുഷ്യർ എന്ന നിലയിൽ നമുക്കുണ്ട്. പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു കുഞ്ഞില്ലാത്ത ആളോട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെ പറ്റി വാചാലരാകരുത്. ആഹാരം കഴിക്കാനില്ലാത്തവൻ്റെ അടുത്ത്, നിവൃത്തിയില്ലാത്തവൻ്റെ അടുത്ത് കഴിച്ച ആഹാരത്തെ പറ്റി വാചാലനാകരുത് എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ, ഒരു കുഞ്ഞിക്കാല് കാണാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടിയില്ലാതെ ഒരുപാട് വിഷമിക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. അവരുടെ മുന്നിലൊക്കെ കിടന്ന് ഇങ്ങനെ ഓവറായിട്ടുള്ള പ്രഹസനങ്ങൾ കാണിക്കുന്നത് ഒരു മഹാപാപം കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. ശരീരത്തിന് വിശ്രമമൊക്കെ കുറച്ച്
കൂടുതൽ നമ്മൾ കൊടുക്കേണ്ട സമയമാണ്. ഇതൊരു രോഗാവസ്ഥയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, രോഗമൊന്നുമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഗർഭം. പക്ഷെ മനുഷ്യരിലേത് അത് കുറച്ചുകൂടി സങ്കീർണമാണ്. അതാണ് ചിലരൊക്കെ ആദ്യ മാസം മുതൽ അവസാന മാസം വരെ റെസ്റ്റ് എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവർ വിശ്രമിക്കാനുള്ള കൊതി കൊണ്ട് ചെയ്യുന്നതല്ല, കൊച്ചിൻ്റെ പൊസിഷനെ സംബന്ധിച്ചോ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നത് പരിശോധിക്കുന്ന ഡോക്ടറൊക്കെ അറിയുള്ളൂ. അപ്പോൾ വിശ്രമമൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ അതനുസരിച്ച് വിശ്രമിക്കുക. വിശ്രമം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കിടന്ന് ഡാൻസ് കളിക്കണമെന്നോ കൂത്താടണമെന്നോ അത് റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കാണിക്കണമെന്നോ ഒന്നും ഒരു ഡോക്ടർമാരും പറയില്ല. ഒരിടത്തും അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല. എന്നാൽ വളരെ അച്ചടക്കത്തോടുകൂടി വളരെ ലളിതമായിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തുന്നവരുണ്ട്. അവർ മാന്യമായിട്ട് ജസ്റ്റ് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഫോട്ടോ എടുക്കും, അവരത് സൂക്ഷിച്ചു വെക്കും, അവർക്ക് പിന്നീടുള്ള കാലങ്ങളിൽ കാണാം. പക്ഷേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്ന ആളുകളാണ് അവരുടെ ഗർഭകാലം മുഴുവൻ ആഘോഷിക്കാൻ വേണ്ടി, കണ്ടന്റ് ആക്കാൻ വേണ്ടി കിടന്ന് ഡപ്പാൻ കൂത്ത് കളിക്കുക, തുണിയൊന്നും ഇല്ലാതെയുള്ള ഫോട്ടോഷൂട്ടുകൾ നടത്തുക. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് ഇത് കാണുമ്പോൾ ഒരു വേണ്ടായിരുന്നു. നമ്മളും ആ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് ഇത്രയും വേണമായിരുന്നു എന്നൊരു ചോദ്യം ഒരു സർവ്വസാധാരണക്കാരിയായ പെണ്ണ് എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിൽ ഉയരുകയാണ്. ചില സമയത്ത് നമ്മൾ വെറും ആണായിട്ടും വെറും പെണ്ണായിട്ടും വെറും മനുഷ്യനായിട്ടും ഒക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ വരും. അവിടെ നമുക്ക് ഓവറായിട്ട് പുരോഗമനമൊന്നും സംസാരിക്കാൻ പറ്റില്ല, പുരോഗമനമൊന്നും കാണാനും പറ്റില്ല. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് തോന്നും. കാരണം ഞാൻ ഈ എതിർക്കുന്നത് അത്രയും ആളുകളുടെ സ്വാതന്ത്ര്യത്തെയല്ല, പ്രഹസനത്തെയാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയുന്നത് സർവ്വസാധാരണമായിട്ട് അങ്ങനെ ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന കുട്ടി ഉടുപ്പുകൾ ധരിച്ച് നടക്കുന്ന സ്ത്രീകളാണെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. അവർ ശീലിച്ചതാണ്, അവരുടെ കംഫർട്ട് അതാണ്, അവരങ്ങനെ നടന്നുകൊള്ളട്ടെ. പക്ഷെ ചിലർ പ്രദർശിപ്പിക്കാൻ വേണ്ടി, പ്രഹസനത്തിന് വേണ്ടി, മുതലാക്കാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനെ ശീലമില്ലാത്തവർ അങ്ങനെ ധരിച്ചുകൊണ്ട് നടക്കും, ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി. അതിനെ മാത്രമാണ് ഞാൻ എതിർക്കുന്നത്. ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് താരതമ്യേന വലിപ്പം കൂടുതലുള്ള ആളുകൾ ഏത് ഡ്രസ്സ് ഇട്ടാലും ചിലപ്പോൾ വലിപ്പത്തിലൊക്കെ നിൽക്കും, അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആളുകളെ കാണിക്കാൻ വേണ്ടി, ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി, ആകർഷണീയതയ്ക്ക് വേണ്ടിയിട്ട് വെച്ച് കെട്ടി പ്രദർശിപ്പിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമുക്കവരെ അറിയാം, ഇതിനു മുമ്പ് ഇവരിങ്ങനെ അല്ലായിരുന്നു, ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ വെച്ച് കെട്ടി നടക്കുന്നത് എന്നുള്ള ചിന്തയാണ് നമ്മളിൽ ദേഷ്യമുണ്ടാക്കുന്നത്. അല്ലാതെ ഒരാളുടെ ശരീരത്തെയും വിലയിരുത്താനോ മാർക്കിടാനോ ഒന്നും നമ്മളാരും ആളുകളല്ല. ഓരോരുത്തരുടെ ഇഷ്ടവും അവരവരുടെ ഇഷ്ടങ്ങളാണ്, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യവും അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ കൈകടത്തുകയല്ല. അതൊരു പ്രഹസനമാകുമ്പോൾ അതിന് പിന്നാലെ അത് മാതൃകയാക്കി പോകാൻ കുറേ ആളുകളും വരുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ അതൊരു വല്ലാത്ത പോക്കായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്കങ്ങനെ ഈ ഗർഭകാലത്തെ ഫോട്ടോഷൂട്ട് ഇങ്ങനെ പ്രഹസനമാകുന്നതിനെ സംബന്ധിച്ച് ഒരു നല്ല അഭിപ്രായവുമില്ല. എനിക്കത് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. ആ ഇഷ്ടക്കേട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. എൻ്റെ അഭിപ്രായം മാത്രമാണ്, നിങ്ങളാരും ഇതിനോട് യോജിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. പിന്നെ ഈ വിഷയം സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധമുള്ള ഒന്നല്ല, പക്ഷേ എനിക്ക് ഇന്നലെ മെയിൽ വന്ന ഒരു കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ചൊരു വീഡിയോ അതിനുവേണ്ടി വീണ്ടും ചെയ്യാത്തത്. ഈ കുട്ടികളുടെ കാർട്ടൂണുകളുണ്ടല്ലോ, ഈ ഡോറയുടെ പ്രയാണം എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കുട്ടികൾ കാണുന്ന കാർട്ടൂണുകളുണ്ടല്ലോ, ആ കാർട്ടൂണുകളിൽ തെറിയും അസഭ്യവും അങ്ങേ അറ്റത്തെ അശ്ലീലവും ഒക്കെ ഡബ് ചെയ്ത് ഇപ്പം ഒരു സംഗതി ഇറക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ റീൽസ് ആയിട്ട് അത് പോകുന്നുണ്ട്. വളരെ മോശമാണ്. അത് കുട്ടികളുടെ കണ്ണിൽ പെടാതെ നിങ്ങൾ നോക്കണം. ഇങ്ങനെ ചെയ്ത് വിടുന്നവന്മാരുടെ പരമ്പര പോലും രക്ഷപ്പെടത്തില്ല. അവരതുപോലെ നശിച്ചു പോകത്തേയുള്ളെന്ന് ഞാൻ ശപിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കൊച്ചു കുട്ടികൾ കാണുന്ന ഒരു സംഗതിയാണ്. അതിനകത്ത് തെറി മുഴുവൻ എ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ തെറിയും അശ്ലീലവും കുത്തി നിറച്ചുകൊണ്ട് എനിക്കതിൻ്റെ ഒരു ക്ലിപ്പ് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. നമ്മുടെ ചാനൽ മലിനമാവും. ഒന്ന് കേൾപ്പിക്കാൻ പറ്റാത്ത പോലുള്ള അങ്ങേ അറ്റത്തെ തെറി, മലയാളത്തിലെ പച്ച തെറികളൊക്കെ കുത്തി നിറച്ചുകൊണ്ട് കാർട്ടൂണുകൾ ഇറക്കുകയാണ്. ഓൾറെഡി നിങ്ങൾ അഡൽട്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇങ്ങനത്തെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളെ കൂടെ മോശമാക്കാൻ വേണ്ടി നിങ്ങളിത് ചെയ്യരുത്. മാതാപിതാക്കൾ കുട്ടികളുടെ മൊബൈൽ ഫോൺ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. യൂട്യൂബിൽ എയുടെ ചെക്കിംഗ് ആണ്. അത് ഞാൻ കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് വേണ്ടാത്തത് ചെയ്തു എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ റിമൂവ് ആയി പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്കിതൊക്കെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അത് ആലോചിച്ചും കണ്ടും ചെയ്യേണ്ടത് നിങ്ങളാണ്. ഒരുപാട് അവന്മാർ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട്, വയറ് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ആഡംബരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ മാക്സിമം ചീത്തയാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട്. എയെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങേ അറ്റത്തെ മോശം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മുടെ ഒന്നും ജീവിതത്തെയോ തലമുറയെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഫോണിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക, കുട്ടികളുടെ കൊടുക്കാതിരിക്കുക. ഇത്തരം കാർട്ടൂണുകൾ ഇറക്കുന്നവന്മാർ അവരവരുടെ വീട്ടിലെ തലമുറകളെ കൂടി ഒന്ന് ചിന്തിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാതെ ചെയ്യരുത്. അപ്പോൾ ഈ ഗർഭകാലത്തെ ഫോട്ടോഷൂട്ടിലൂടെയുള്ള പ്രഹസനത്തെ പറ്റിയും അനാവശ്യമായിട്ടുള്ള ഈ
ചാട്ടം, ഓട്ടം, ബഹളം, ഡാൻസ് ആവശ്യത്തിനാകാം ഒരു വ്യായാമം എന്നുള്ള രീതിയിൽ ശരീരം ഒന്ന് അയയാൻ നല്ലതാണ്. അല്ലാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി റിസ്ക് എടുത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തും.